നമ്മുടെയൊക്കെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് എൻ്റെ അഭിപ്രായത്തില് നല്ല ബന്ധങ്ങളാണ് കേട്ടോ. നല്ല റിലേഷൻഷിപ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ എനർജിയും അല്ലെങ്കിൽ സന്തോഷവും ഒക്കെ തരുന്നത്. വേറെ ഒന്നിനും മനുഷ്യരോട് ഇടപഴകുമ്പോൾ കിട്ടുന്ന അത്രത്തോളം സന്തോഷം എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം. നമ്മളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണല്ലോ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ, സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, അത് നല്ല ആളുകളാണെങ്കിൽ അത് വളരെയധികം നമ്മുടെ ലൈഫിനെ എന്താ പറയുന്നത് മാറ്റാനും ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആയിരിക്കും എത്ര മോശം അവസ്ഥയിലുള്ളവരും അല്ലെങ്കിൽ എത്ര ദുശീലങ്ങളുള്ളവരെയും മാറ്റിയെടുക്കാൻ നല്ല ഒരു സുഹൃത്തിന് കഴിയും, അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വിഷമഘട്ടത്തിലൂടെ മാനസികമായിട്ട് തളർന്നിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ നല്ല സുഹൃത്തുക്കൾക്ക് കഴിയും. നല്ല ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ കൂടെയുള്ള അച്ഛനായാലും അമ്മയായാലും, നമ്മളെ ഏറ്റവും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവര് നമ്മുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഏത് പ്രശ്നത്തിൽ നിന്നും മുന്നോട്ട് വരാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തില് ഒരു നല്ല ഒരു റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഓരോ ബന്ധങ്ങളെയും ഓരോരുത്തരെയും നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ ആളുകളും, മനുഷ്യർ ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോ തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു നല്ല രീതിയിൽ തന്നെ എല്ലായ്പ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരാൾക്ക് നമ്മളോട് പെരുമാറാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഒരാള് എന്നും ചിരിക്കുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം നമ്മളോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള പെരുമാറ്റം കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അയാളോട് ദേഷ്യപ്പെടുന്നതിന് പകരം എന്തുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ കാരണം എന്ന ഒരു സമീപനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആകുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മുടെ ഇടയിൽ എല്ലാവരും ഒരു വ്യക്തി എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് മറ്റേ വ്യക്തി അതിന് അങ്ങോട്ടേക്ക് പറയുകയാണ്, അല്ലെ? അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഒരു മോശം രീതിയിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് എൻ്റെ കൂടെയുള്ളവർക്ക് പോലും സാധിക്കാതിരിക്കുന്നതാണ് ഏറ്റവും മോശമായ അവസ്ഥ.